അന്തരിച്ച നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിനെ അവസാനമായി കാണാൻ നടൻ വിജയ് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. വ്യാഴാഴ്ച രാത്രി DMDK പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് താരം തന്റെ പ്രിയ താരത്തെ കണ്ടത്. വിജയകാന്തിന്റെ വിയോഗത്തിൽ നെഞ്ചു തകർന്നു നിൽക്കുന്ന വിജയെയായിരുന്നു പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിനിടയിൽ വിജയ്ക്ക് നേരെ ജനങ്ങളിൽ ഒരാൾ ചെരുപ്പറിഞ്ഞത് വിവാദമായിരുന്നു. ഇതിനെതിരെ വിജയ് ഫാൻസുകാരും സെലിബ്രിറ്റികളുമൊക്കെ രംഗത്തെത്തിയിരുന്നു. മറ്റ് ഫാൻസുകാരും വിജയ് ആരാധകർക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. വിജയകാന്തിന് അന്തിമോപചാരം അറിയിച്ച് മടങ്ങവേ വിജയ്ക്ക് ചുറ്റും ജനങ്ങൾ കൂടുകയും അതിൽ നിന്ന് ഒരാൾ ചെരുപ്പെറിയുന്നതുമായിരുന്നു പുറത്തു വന്ന വീഡിയോയിലുണ്ടായിരുന്നത്. ആരാണ് ചെരുപ്പെറിഞ്ഞതെന്ന് വ്യക്തമല്ല. എന്നാൽ സംഭവത്തിന് പിന്നിൽ വിജയകാന്തിന്റെ ആരാധകരാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. പക്ഷേ വിജയകാന്ത് ആരാധകരും മറ്റും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരു കാലത്ത് സിനിമയിൽ പരാജയം മാത്രം നേരിട്ടിരുന്ന വിജയ്ക്ക് സൂപ്പർ താരത്തിലേക്കുള്ള വഴി വെട്ടിക്കൊടുത്തത് ക്യാപ്റ്റൻ വിജയകാന്താണ് എന്നാണ് പൊതുവിൽ കോളിവുഡിലെ സംസാരം. കരിയറിന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വിജയെ കൈപിടിച്ചുയർത്തിയ വിജയകാന്തിനെ വിജയ് മറന്നു എന്ന ചോദ്യം നേരത്തെ തന്നെ തമിഴ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. വിജയകാന്ത് ആശുപത്രിയിലായിരുന്നപ്പോൾ ഒരു അന്വേഷണം പോലും വിജയ് നടത്തിയില്ല എന്നതായിരുന്നു ഇതിന് കാരണം. വിജയകാന്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുഴങ്ങിക്കേട്ടത്. നേരത്തെ ഇത്തരം വിമർശനങ്ങളെ സംബന്ധിച്ച് നടനും രാഷ്ട്രീയക്കാരനുമായ മീശ രാജേന്ദ്രൻ പറഞ്ഞ കാര്യം അന്ന് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ക്യാപ്റ്റൻ പ്രഭാകരൻ പോലെ ഹിറ്റ് നൽകി നിൽക്കുന്ന വിജയകാന്ത് ആ മോശം ഘട്ടത്തിൽ വിജയ് കുടുംബത്തെ രക്ഷിച്ചു. എന്നാൽ പിന്നീട് ആ വിജയകാന്തിന് വിജയ് ഇപ്പോൾ ഒന്ന് കാണുവാനെങ്കിലും വന്നോ, അല്ലെങ്കിൽ ജന്മദിനത്തിന് ആശംസിച്ചോ? അതൊന്നും ശരിയല്ല. തമിഴ് സിനിമാ ലോകത്ത് ഞാൻ ഉറുമ്പും വിജയ് ആനയുമാണ്. പക്ഷേ ഇതൊന്നും ശരിയല്ല. ക്യാപ്റ്റനെ അവഗണിച്ച ആളാണ് വിജയ് എന്നായിരുന്നു മീശ രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിന് കാരണമായോ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എന്തായാലും വീഡിയോ വൈറലായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടേറെ ആളുകൾ സംഭവത്തെ അപലപിച്ചു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെ അല്ലെന്നും വീഡിയോയ്ക്ക് കമന്റുകൾ നിറയുന്നുണ്ട്. നടനെ അപമാനിച്ചയാളെ ഉടനടി കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെട്ടു. നിരവധി പേരായിരുന്നു ക്യാപ്റ്റനെ അവസാനമായി കാണാൻ DMDK ആസ്ഥാനത്തെത്തിയത്. വളരെ വികാരാധീനനായാണ് വിജയും ഇവിടെ എത്തിയത്. ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് മടങ്ങവെയാണ് വിജയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി. വിജയ് ആരാധകരെല്ലാം വളരെ രോഷത്തോടെയായിരുന്നു വീഡിയോ ഷെയർ ചെയ്തത്. ഇത് ചെയ്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും വിജയ് ആരാധകർ ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ മറ്റൊരു ആരാധകൻ താരത്തെ ചുംബിക്കാൻ ശ്രമിക്കുന്നതും പുറത്തു വന്ന വീഡിയോയിലുണ്ട്. ക്യാപ്റ്റന്റെ ചലനമറ്റ ശരീരം കണ്ട് കണ്ണീരണിയുന്ന വിജയുടെ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. ഭാര്യ പ്രേമലത ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കണ്ട് താരം ആശ്വസിപ്പിക്കുകയും ചെയ്തു. വിജയകാന്തുമായി അടുത്ത ബന്ധമാണ് വിജയ്ക്ക് ഉണ്ടായിരുന്നത്. താരത്തിന്റെ അച്ഛൻ SA ചന്ദ്രശേഖറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ക്യാപ്റ്റൻ വിജയുടെ സിനിമകളിലേക്കുള്ള വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. 1992 നായകനായി വിജയ് അരങ്ങേറ്റം കുറിച്ച നാളെ തീർപ്പ് എന്ന ചിത്രം പരാജയമായിരുന്നു. അച്ഛൻ SA ചന്ദ്രശേഖർ തന്നെയാണ് ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തത്. അതോടെ അക്കാലത്തെ സൂപ്പർ താരമായിരുന്ന വിജയകാന്തിനെ ചന്ദ്രശേഖർ സമീപിച്ചു. വിജയ് നായകനാകുന്ന ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തനിക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകന്റെ വാക്കുകൾ വിജയകാന്ത് തള്ളിയില്ല. ഇങ്ങനെ ഇരുവരും ഒന്നിച്ച സെന്തൂര പാണ്ഡ്യ എന്ന സിനിമ വലിയ വിജയമായിരുന്നു. തന്റെ സിനിമാ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് വിജയകാന്ത് എന്ന് വിജയ് മുൻപൊരു അഭിമുഖത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിജയകാന്തിന്റെ സംസ്കാരം ചെന്നൈയിൽ നടന്നു. വൈകിട്ട് 7 മണിയോടെ കോയമ്പേട്ടിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ ആയിരുന്നു സംസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ തുടങ്ങിയ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ബീച്ചിലെ ഐലൻഡ് മൈതാനത്ത് 10 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായിട്ടാണ് മൃതദേഹം കോയമ്പേട്ടിൽ എത്തിച്ചത്.